ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സിക്സാക്ക് വിത്ത് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സെറി ത്രെഡിലും സിൽക്ക് ത്രെഡിലും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സെറി ലൈൻ കൊടുക്കാം. ഇതിൽ അത്ര ചെറിയ ചെയിൻസ് കൊടുക്കണമെന്നില്ല, ഒരു മീഡിയം സൈസ് ചെയിൻസ് കൊടുക്കാം. ബിക്കോസ് നമ്മൾ ഇതിന് മുകളിൽ സ്മോൾ സിക്സാക്സ് കൊടുക്കും. സിക്സാക്സ് കൊടുക്കാൻ ഞാനൊരു ലൈറ്റ് പിങ്ക് കളർ സെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സെറി ത്രെഡിൽ ചെയ്യുമ്പോൾ അടുപ്പിച്ച് വേണം സിക്സാക്സ് കൊടുക്കാൻ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിക്സാക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഓരോ ലോങ് ലൂപ്പ് കഴിയുമ്പോഴും ഒരു സ്മോൾ ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ചായി കൊടുത്താണ് ചെയ്തത്. ഇതിൽ അതുപോലെ കൊടുക്കേണ്ട ആവശ്യമില്ല, സിംപ്ലി സിക്സാക്സ് കൊടുത്തു പോവാം. അധികം ഗ്യാപ്പില്ലാതെ ചെയ്യണമെന്നുള്ളൂ. ഈ ഒരു സ്റ്റിച്ച് മെയിനായിട്ട് കട്ട് വർക്കൊക്കെ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലൗസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ബോർഡറായിട്ടും ചില കേസസിൽ ഈ സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ഗ്രീൻ കളർ സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. സിക്സാക്സ് കൊടുക്കാൻ റെഡ് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ സെറിയിൽ ചെയ്തതുപോലെ അത്ര സ്മോൾ സിക്സാക്സ് കൊടുക്കണമെന്നില്ല, ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് സെറി ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതും അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.